ആഹാ, ഇത് മോസ്റ്റ് ഫേമസ് ട്രംപറ്റ് പ്ലെയർ ആണല്ലോ, ഡോഗർമാൻ ഭാവു. വാ, നമുക്ക് പോയി ട്രംപറ്റ് ഷോ കണ്ടിട്ട് വരാം. എനിക്ക് മ്യൂസിക് എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ തുമ്മുമ്പോ പോലും അതിലൊരു മ്യൂസിക് ഉണ്ടാവും. ദാ നോക്കിക്കേ. യോ യോ ഹണി പൂച്ച. ഇപ്പൊ വേണ്ട ഹണി, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി. നമ്മൾ ഉടൻ തന്നെ വീട്ടിലേക്ക് പോയില്ലെങ്കിലേ നമ്മളെ എല്ലാരും കൂടെ ട്രംപറ്റ് വായിച്ചെടുക്കും. പക്ഷേ ദാ ഇവിടെ ആദ്യമായിട്ടൊരു ട്രംപറ്റ് ഷോ നടക്കുന്നത്. ഇത് ഞാൻ കണ്ടില്ലെന്നുണ്ടെങ്കിൽ പാവൻ ഡോജർമാൻ വിഷമിക്കും. എടാ, ഇത് പൂച്ചയ്ക്ക് മാത്രമല്ലേ പോവാൻ പറ്റൂ. പോപ്പട്ടിനും ജോർദാറിനും വരാൻ പറ്റില്ലല്ലോ. വരണമെങ്കിൽ തന്നെ പൂച്ചയുടെ വേഷം കെട്ടണ്ടേ. നോട്ട് ഇൻട്രസ്റ്റഡ്. പൂച്ചയാകുന്നതിനേക്കാളും നല്ലത് ഹൽവയാകുന്നതാ. കുറഞ്ഞപക്ഷം ലഡുവിന്റെയും ജിലേബിയുടെ ഒക്കെ നടുക്കിരിക്കാമല്ലോ. നിങ്ങൾ രണ്ടുപേരും ഷോ കാണാൻ പോ. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ സന്തോഷമായിട്ടിരുന്നോളാം. പോപ്പട്ടെ, നീ ഇപ്പൊ ഷോ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ ഷോക്ക് അടിച്ചല്ലോ. എന്ത് സ്പീഡിലാ അവൻ ഓടുന്നത്. ഇവനൊക്കെ വല്ല ഒളിമ്പിക്സിലും പങ്കെടുത്തുകൂടെ? സംശയമുണ്ടോ? ഇവനാണെങ്കിൽ എല്ലാരും ഓടിച്ചോടിച്ച് മജീഷ്യൻ ഹാക്ക സാമ്രാജിന്റെ വീഡിയോ എത്തിച്ചല്ലോ. ഇവനെ എന്തായാലും ഈ സൈക്കിൾ ചവിട്ടി പോയി പിടിക്കാം. അതിനുശേഷം ഇത് മജീഷ്യൻ സാമ്രാജ് ഹാക്കയ്ക്ക് തിരിച്ചു കൊടുക്കാം. എന്നിട്ട് വന്നിട്ടൊരു താങ്ക്സും പറയണം. കൂട്ടുകാരെ വേഗം വരൂ. ഗുൽഗുൽ മാലു ഗുലുമാലു, വഴിയിൽ വേഗം ഒരു കല്ല് കൊണ്ടിടൂ തൊപ്പി. ഞാൻ പറഞ്ഞതല്ലേ, അവൻ മജീഷ്യനാണ്. അവനെ വേഗം പിടിക്കണം. നിങ്ങൾ എഴുന്നേൽക്കും. ആദ്യം സാറ് ഞങ്ങളുടെ പുറത്തുനിന്ന് എഴുന്നേറ്റ് പോകും സാറേ. ഒന്ന് വേഗത്തിൽ പോടാ. ഹണി, സൂക്ഷിച്ച് ശ്രദ്ധിച്ച്. എന്ത് സൂക്ഷിക്കാനാ പറയുന്നേ? ഇനി സൈക്കിളിനോട് ഞാൻ പറക്കാൻ പറയണമെന്നാണോ? സൈക്കിളെ വേഗം പറന്ന് ഞങ്ങളെ മതിലിന്റെ അപ്പുറത്തെത്തിക്കേ. ഹണി, നീ എങ്ങനെ ചെയ്തതാ? നീ എങ്ങനെയാണ് ഇത് ചെയ്തതാ? ഞാൻ ഭയങ്കര സ്മാർട്ടാണ്. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. വിശ്വസിക്കാൻ പറ്റണില്ല. ഈ സൈക്കിൾ എങ്ങനെയാ ഇത്രയും പൊക്കത്ത് ചാടിയത്? അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് ആലോചിക്കാം. ആദ്യം അവനെ പിടിക്കണം. സംശയമുണ്ടോ? ഗുല്ലു ഗുല്ലു മാലു ഗുല്ലുമാലു, എനിക്ക് വേഗം ഒരു പാരച്ചൂട്ട് തരൂ തൊപ്പി. അയ്യോ, ഒരിക്കലും ഈ തൊപ്പി പറഞ്ഞത് അനുസരിക്കാറില്ല. ഓ അത് ശരി, എന്റെ അടുത്താണ് നിന്റെ ഒക്കെ കളി. സൈക്കിളെ വേഗം കുടയായിട്ട് മാറ്. അയ്യോ, എന്താണ് ഈ ചെയ്യുന്നത്? എനിക്ക് ഇത്രയും ഭാരം താങ്ങാനാവില്ല. സംശയമുണ്ടോ? രക്ഷപ്പെടാൻ കഴിയില്ല. ദാ നോക്കിയ പോപ്പട്ടെ, ഇൻസ്പെക്ടർ പാണ്ട കള്ളനെ കൈയോടെ തന്നെ പിടിച്ചു. എടാ, നീ ആ കൊട ഒന്ന് മര്യാദക്ക് പിടിക്ക്. താഴെ വീണാലേ നീ ഏതാ കൊട ഏതാന്ന് മനസ്സിലാവില്ല. പറഞ്ഞേക്കാം. സംശയമുണ്ടോ? നിക്ക്, എങ്ങോട്ടായി ഓടുന്നത്? നിൽക്കാനാ പറഞ്ഞത്. നിന്നെ ഞാൻ വിടില്ല. നിൽക്ക. എന്നെ ഓടിച്ചിട്ട് പിടിക്കുമല്ലേ? എന്നാ നിക്കവിടെ. ഇപ്പൊ തന്നെ തനിക്കൊരു പണി തന്നേക്കാം ഞാൻ. തൊപ്പിക്കാരൻ മത്തായി, തൊപ്പിക്കുള്ളിൽ എന്താണ്? തൊപ്പി തൊപ്പി. അയ്യോ, അയ്യോ, ഞാൻ ബോംബാണല്ലോ ചോദിച്ചത്. ഇതെന്താ ബലൂണൊക്കെ വരുന്നത്? എന്റെ മാജിക് എന്താണ് എപ്പോഴും ഇപ്പൊ തല തിരിഞ്ഞു വരുന്നത്? ഇൻസ്പെക്ടർ പാണ്ട, ഇന്ന് ഹോളിയൊന്നും അല്ലല്ലോ. പിന്നെ സാറെന്തിനെ വെള്ളം കൊണ്ട് ഹോളി കളിക്കുന്നത്? ഈഷ്, ഞാനിവിടെ ഹോളി കളിക്കുന്നതല്ല. ആ കള്ളൻ എന്നെ ബലൂണിൽ വെള്ളം നിറച്ച് എറിയുകയാണ്. അതെ, അവൻ മജീഷ്യനാണ്. ആഡിറ്റോറിയത്തിലുള്ള എല്ലാരും ഹിറ്റ് പാട്ട് ചെയ്ത് എല്ലാ പണങ്ങളും തട്ടിക്കൊണ്ട് പോവുകയാണ്. പക്ഷെ കള്ളനെ പിടിക്കേണ്ടത് പോലീസല്ലേ? ഈ മാജിക്കൽ ട്രംപറ്റ് എന്റെ ജീവനാണ്, ജീവനാണ്, ജീവനാണ്.
ഇതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല, മനസ്സിലായോ? ആഹാ. പൂച്ചകളെ, എന്റെ ട്രംപറ്റിനെ രക്ഷിക്കണേ. ആരും ഇതുവരെ പാസ് ചെയ്ത് തന്നില്ല. എടാ, നിന്റെ അടുത്ത് പാസ് ചെയ്യാനായിട്ട് നമ്മൾ ഫുട്ബോൾ അല്ല കളിക്കുന്നത്. ബണ്ണി, നീ ഞങ്ങളുടെ ഫ്രണ്ടാണ്. ഞാൻ ഫ്രണ്ടല്ല, ഞാൻ അടിമയാ. അതും ഡോഗർമാന്റെ അടിമയാ. അയ്യോ. ദാ അവൻ രക്ഷപ്പെടാൻ നോക്കുവാണ്. സൈക്കിളേ, വേഗം മോട്ടോർ ബോട്ടായി മാറ്. എടാ കഴുതേ, നീ എന്തായി കാണിച്ചത്? ഈ മണലിക്കൂടെ മോട്ടോർ ബോട്ട് എങ്ങനെ ഓടിക്കാനാടാ? ഈഷ്, സൈക്കിളായിട്ട് മാറ്. ദാ നമ്മൾ എത്തിപ്പോയി. സൈക്കിളേ, വേഗം മോട്ടോർ ബോട്ടായിട്ട് മാറ്. ഇങ്ങനെ പോയ ജീവിതകാലം മുഴുവൻ അവന്റെ പുറകെ തന്നെ പോവേണ്ടി വരും. അവൻ ചോദിക്കുന്നതല്ല ആ തൊപ്പി കൊടുക്കുന്നുണ്ട്. അത് ശരി, ആ തൊപ്പി കയ്യിലുണ്ടെങ്കിലല്ലേ അവൻ എന്തെങ്കിലും ചോദിക്കുള്ളൂ. ആ. ഹാ. അടിപൊളി ബോംബ്. ഇനി നിങ്ങൾ പറഞ്ഞോ, അടിപൊളി. ആ. ഹാ. ഹാ. ആ? ആ? ഈഷ്, നീ ഞങ്ങളെ ഒരുപാട് ഓടിച്ചു. നിന്നെ ഒരു ചെറിയ പെട്ടിക്കുള്ളിൽ ഞങ്ങൾ അടച്ചിടും. അതിൽ നിനക്ക് അനങ്ങാൻ പോലും കഴിയില്ല. എടാ കഴുതേ, നീ എന്താ ഈ കാണിക്കുന്നേ? ഞാൻ ഈ പാത്രമൊക്കെ വൃത്തിയാക്കുവാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കേ. ആ? അയ്യോ, എന്റെ അമ്മ. അയ്യോ. ആ? അയ്യോ. ആ. എന്റെ അമ്മച്ചി. ആ. ഈ പൂച്ചകൾ കാണിക്കുന്ന വേലത്തരങ്ങൾ കണ്ട ആർക്കായാലും നാണക്കേട് തോന്നിപ്പോവും. ഇവരെ നമ്മൾ തടഞ്ഞേ മതിയാവും പോപ്പാട്ട്. ആ. ഹണി, ചെറിയൊരു സ്ക്രാച്ച് മാത്രമേ ആവാൻ പോകുന്നുള്ളൂ. ഏകദേശം 12:30-ക്കാണ് ആക്സിഡന്റ് നടന്നിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു 12:15 വന്നു കഴിഞ്ഞാ ആ സ്കൂട്ടറിനെ രക്ഷിക്കാൻ പറ്റില്ലേ? ഹണി,
മജീഷ്യനാക്കാൻ നമ്മുടെ സ്കൂട്ടറിനെ പോത്താക്കി മാറ്റിക്കളഞ്ഞ് കണ്ടില്ലേ? എടാ ഇത് പോത്ത് തന്നെയാ. അപ്പൊ നമ്മുടെ സ്കൂട്ടർ എവിടെ പോയി? നീ എന്തോ മണ്ടത്തരം കാണിച്ചതാ. ഞാനൊരു കഴുതയാ, പക്ഷെ അത്രക്ക് മണ്ടത്തരം കാണിക്കുന്ന കഴുതയൊന്നും അല്ല. ദാ നോക്കേ വാച്ചിലേ, ഞാൻ ഉച്ചയ്ക്ക് 12 സമയം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എടാ ഹണി, നീ PM ആണോ സെറ്റ് ചെയ്തേ? PM-ഓ? നമ്മുടെ പപ്പടായി പോയ സ്കൂട്ടറും പ്രൈം മിനിസ്റ്ററും തമ്മിൽ എന്താ ബന്ധമുള്ളത്? എടാ AM-ഉം PM-ഉം അതാ പറഞ്ഞത്. നീ രാവിലത്തേന് പകരം രാത്രിയിലെ സമയം സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്കൂട്ടർ ഉച്ച കഴിഞ്ഞപ്പോഴേ പപ്പടമായി. സംശയമുണ്ടോ? ഇപ്പൊ മൊത്തത്തിൽ കുഴപ്പമായതുപോലെ ഉണ്ട്. ഇവനെന്താ ഇങ്ങനെ? പാസ്റ്റിലും പ്രസന്റിലും എല്ലായിടത്തും ഒരേ കരച്ചില് തന്നെയാ. ഹണിയുടെ തലയിൽ നിന്ന് വൃത്തിയുടെ ഭൂതത്തെ പുറത്താക്കണം. ഇന്നലെ വഴിയിലൂടെ നടന്നു പോയ ഒരാളെ പേപ്പട്ടി കടിച്ചു. ലോട്ടറി എടുത്തപ്പോ 2,30,000 രൂപയുടെ സമ്മാനം എനിക്ക് അടിച്ചു. അടികൈ. ഈ ടിക്കറ്റ് എത്ര പേരുടെ കയ്യിൽ നിന്ന് വന്നതായിരിക്കും? ഞാനിത് വൃത്തിയാക്കി തരാം. അങ്ങനെ ചെയ്യരുത്. അയ്യോ, എല്ലാം പോയേ. ഇന്ന് രാവിലെ കഴിക്കുന്ന 2 മുട്ടയാണല്ലോ പുഴുങ്ങിയത്. സാധാരണ ടീഷർട്ട് അല്ലേ കഴുകാൻ. നീ എന്തിനാണ് ലോട്ടറി കഴിക്കുന്നത്? ഇത് വല്ലാതെ അങ്ങ് കൂടുന്നുണ്ട്. നീ ഖന്ന സാറിന്റെ കൂടുതലാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത്, ഈ വീട്ടിലുള്ള തുണികളെ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇന്ന് ഞാൻ എല്ലാ തുണികളും എടുത്തിട്ട് അലക്കും. കാരണം തുണി അയ്യോ, ദേവൻ പറന്നുപോയി. സൈക്കിളെ, നീ ഒരു പ്ലെയിൻ ആയിരുന്നെന്നുണ്ടെങ്കിലേ ഞങ്ങൾക്ക് അവനെ പറന്നുപോയി പിടിക്കായിരുന്നു. സൈക്കിൾ എങ്ങനെയാണ് പ്ലെയിൻ ആയിട്ട് മാറിയത്? ഈ സൈക്കിൾ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ട്. ഇത് സത്യത്തിൽ ഒരു മാജിക്കൽ സൈക്കിളാ. അതെ ഹണി, ഈ സൈക്കിള് ഒരു മാജിക്കുകാരന്റെ വീട്ടിന്റെ മുമ്പിൽ നിന്നാ എടുത്തത്. ഇതൊരു മാജിക്കൽ സൈക്കിളാ. ഇത് വോയിസ് കൺട്രോളിലാ പോകുന്നത്. അത് ശരി. എന്നാ പിന്നെ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. എടാ സൈക്കിളേ, ബൈക്കായിട്ട് മാറ്. കപ്പലായിട്ട് മാറ്. കപ്പൽ. എടാ കഴുതേ, കപ്പലല്ല എയറോപ്ലെയിൻ ആകാൻ പറയടാ. പ്ലെയിനായിട്ട് മാറ് സൈക്കിളെ, പ്ലെയിനായിട്ട് മാറ്. വൃത്തിയാക്കുന്ന ആവേശത്തിൽ ഹണി വീട് മുഴുവൻ കുളവാക്കി. ഹണി, ഈ പോക്ക് പോയാൽ നമ്മൾ കോർപ്പറേഷൻ വണ്ടി വിളിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. എനിക്കിത് ട്രെയിലറായിട്ടാണ് തോന്നുന്നത്. പടം തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് അനിയം നിർത്തണം. എല്ലാ പാത്രങ്ങളും വൃത്തിയാക്കി. പക്ഷെ ഇനി ഒരുപാട് കാര്യങ്ങൾ വൃത്തിയാക്കാനുണ്ട്. സമയം കുറവായതുകൊണ്ട് എല്ലാ പാത്രങ്ങളും ഒരുമിച്ചെടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. സോർദാറേ, നീ രക്ഷപ്പെട്ടല്ലേ? വാ, നിനക്ക് ഇതിന്റെ ഒരറ്റം ഞാൻ പിടിക്കാൻ തരാം. മക്കളൊക്കെ വൃത്തിയായി കഴിഞ്ഞാലേ മനുഷ്യനും വൃത്തിയാകും. മനുഷ്യൻ വൃത്തിയായി കഴിഞ്ഞാലോ അമ്മയും വൃത്തിയാകും. അമ്മ വൃത്തിയായി കഴിഞ്ഞാലേ ഈ ഭൂമി വൃത്തിയായതിന് തുല്യ. കാരണം ഭൂമി ദേവി എന്റെ അമ്മയാണ്.
കൊള്ളാലോ. ദേ, തുണികൾ നിലവിളിക്കാൻ തുടങ്ങിയല്ലോ. തുണിയല്ല, തുണിയുടെ അകത്ത് നിന്ന് ഞങ്ങളാ സംസാരിക്കുന്നേ. പുറത്ത് ഭയങ്കര ചൂടാണ്. ഗ്ലാസ്സിലുണ്ടായിരുന്ന ജ്യൂസ് ചൂട് കാരണം ആവിയായി പോയി. അതെന്റെ വയറ്റിലെ ചൂടായിരുന്നു. ഞാനാണ് അവസരം നോക്കി നിന്റെ ജ്യൂസ് മുഴുവൻ കുടിച്ചു തീർത്തത്. സംശയമുണ്ടോ? ഇപ്പൊ എനിക്ക് ചൂടെടുക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും? ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് വേണ്ടി ഫാൻ ഓണാക്കി തരാം. ആ. ഹണി, നീ വീടൊക്കെ വൃത്തികേടാക്കുകയാണോ? എപ്പോഴെങ്കിലും വീടൊന്ന് വൃത്തിയാക്കാൻ പഠിക്കേ. സോറി. Wow, how cool! കന്നാ സാറേ, ഇന്ന് സൺഡേ അല്ലേ? സാറാണെങ്കിൽ ഇന്ന് പുറത്തോട്ടെങ്കിലും പോകുന്നില്ല. പിന്നെ എന്തിനാ ഈ കാർ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്? എന്റെ പിള്ളേരെ, ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. ഡെയിലി വൃത്തിയാക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്. അടികൈ. പറയൂ, ഡേച്ചൂം 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 എന്ന് ആർക്കും പറയാൻ കഴിയും. ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറയൂ, ഡേച്ചൂം ഡേച്ചൂം. യോഗ ചെയ്യുന്നതിലൂടെ മനസ്സും ശരീരവും ശാന്തമാകും. പക്ഷെ അതിലും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ചുറ്റുവട്ടം വൃത്തിയായിരിക്കുക എന്നത്. ദാ കണ്ടോ, ഞാൻ ഡസ്റ്റ്ബിൻ വൃത്തിയാക്കിയിരിക്കുന്നത്. പറയൂ, ഡാച്ചൂം 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 ഡാച്ചൂം. ലോകത്തിലെ എല്ലാ മനുഷ്യരും പരിസരം വൃത്തിയാക്കുന്നുണ്ട്. ഈ രാജ്യത്തൊരു പൗരൻ എന്ന നിലയ്ക്ക് ഞാനത് പാലിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ ഞാനതിന് തുടക്കം കുറിക്കും. പരിസരം വൃത്തിയായി കഴിഞ്ഞാൽ നാട് വൃത്തിയാവും. നാട് വൃത്തിയായി കഴിഞ്ഞാലോ നമ്മുടെ ഈ രാജ്യം തന്നെ വൃത്തിയാവും. അല്ല, ഇതെന്താ ഞാനിപ്പോ ഖന്നസാറിനെ പോലെ സംസാരിക്കുന്നത്? ആദ്യം എന്റെ തലയൊന്ന് വൃത്തിയാക്കേണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നത്. ശുചിത്വത്തെ കുറിച്ച് പറയാനുണ്ടെങ്കിലേ ആദ്യം നമ്മൾ വൃത്തിയാക്കേണ്ടത് നമ്മളെ തന്നെയാണ്. ഓടിക്കോ! എല്ലാരും മാറി നിൽക്ക്. റോളറിന്റെ ബ്രേക്ക് പോയി. വേഗം പുറകോട്ട് മാറ്റ്. ആ കാർ എങ്ങനെ പുറകോട്ട് മാറ്റാൻ പറ്റുന്നത്? എടാ, സ്കൂട്ടർ പിന്നിലേക്ക് മാറ്റുന്ന കാര്യമാണ് പറഞ്ഞത്. ഓടിക്കോ, ഓടിക്കോ.
ജോർദാറെ, വേഗം ചെയ്യ്. സ്കൂട്ടർ കാറിന്റെ ബമ്പറിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഒന്ന് വേഗം ആവട്ടെ. മാറ് മാറ് മാറ്. റോഡ് റോളറിന്റെ ആവശ്യമേ വന്നില്ല. അതിനു മുമ്പേ തന്നെ സ്കൂട്ടർ പപ്പടം പോലെ ആയി. എല്ലാവരും മാറിക്കോ മാറിക്കോ മാറിക്കോ. അയ്യോ മാറ് മാറ് മാറ്. അയ്യോ മതി, മാറിക്കോ. നമുക്ക് വേഗം ഇവിടുന്ന് പോയേക്കാം. മാറ് മാറ്. അയ്യോ മാറിക്കോ. കഷ്ടിച്ച് രക്ഷപ്പെട്ടു. റോളർ കേറി ഇറങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ റോഡിൽ പടമായിട്ടിരുന്നേനെ. പിന്നെ നമ്മളേതാ സ്കൂട്ടർ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു. സംശയം രക്ഷിക്കണേ. ഓടിക്കോ. അയ്യോ, ഓടിക്കോ. രക്ഷിക്കണേ. എന്റെ സ്കൂട്ടർ ഇന്നതിന്റെ ആനിവേഴ്സറി ആയിരുന്നു. ഇത് വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ എന്തുമാത്രം ഷോപ്പ് ചെയ്തതാ. പക്ഷെ ഇതിപ്പോ പപ്പടം പോലെ പൊടിഞ്ഞു പോയല്ലോ. സംശയമുണ്ടോ? എടാ പോപ്പട്ടെ, ഇവിടെ നടക്കുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലടാ. കൊച്ചലിയ, സ്കൂട്ടർ കത്തിപ്പോയിട്ടില്ല, കഷ്ണങ്ങളായിരിക്കാണ്. മാത്രമല്ല പോപ്പട്ട് പറഞ്ഞതുപോലെ സ്കൂട്ടർ ഒരിക്കലും പപ്പടമായിട്ട് മാറില്ല. അങ്ങനെ പപ്പടമായിരുന്നെങ്കിൽ അത് പൊടിച്ച് കഴിക്കുകയും ചെയ്യായിരുന്നല്ലോ. എടാ, ഒന്ന് മിണ്ടാതിരിക്കടാ. ഞാൻ ഈ സ്കൂട്ടറിനെ എന്തുമാത്രം സ്നേഹിച്ചെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതിൽ എന്തുമാത്രം ഓർമ്മകളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മൾ ഒരുപാട് ആപത്തിൽ നിന്ന് ഈ സ്കൂട്ടർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിനിപ്പോ ഒരു ആപത്ത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലേ? നീ കരയേണ്ട തോർത്താറേ, നിന്റെ ഈ സ്കൂട്ടർ അങ്ങനെ വേസ്റ്റ് ഒന്നും ആവില്ല. ഞങ്ങളിത് കഞ്ഞിയുടെ അച്ചാറിനെ കൂടെ ചേർത്ത് കഴിച്ചോളാം. ഇവനാ